സൂറത്തുൽ ഇഖ്ലാസ് മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് ഹത്താ യഖ്തിമഹാ 10 മറ. ഏതെങ്കിലും ഒരു മനുഷ്യൻ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് 10 പ്രാവശ്യം ഓതിയാൽ, എത്ര പ്രാവശ്യം? 10 പ്രാവശ്യം ഓതിയാൽ പ്രതിഫലം കേൾക്ക്. ബനല്ലാഹു ലഹു ഖസ്റൻ ഫിൽ ജന്ന, അല്ലാഹ് നിനക്ക് സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം പണിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 10 പ്രാവശ്യം ആരെങ്കിലും ഈ സൂറത്ത് ഓതിയാൽ എവിടെ അല്ലാഹ് വീട് പണി തരും? സ്വർഗ്ഗത്തില്. ഇന്ന് മുതൽ തുടങ്ങല്ലേ പണിയാ? ഇവിടത്തെ വീട് പെണ്ണുപിള്ളയ്ക്കും മക്കം കൊടുത്തേരെ, ഇവിടത്തെ വീട് പെണ്ണുപിള്ളയ്ക്കും മക്കം കൊടുത്തേക്കാം. അപ്പൊ ചോദിക്കും, വാപ്പായ്ക്ക് എനിക്ക് സ്വർഗത്തിൽ വീടുണ്ട്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഒരു പ്രവാചകന്റെ ചരിത്രം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഈ പ്രവാചകന്റെ ചരിത്രം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താ സ്വർഗമെന്ന്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു പ്രവാചകന്റെ ചരിത്രം പറഞ്ഞു തരുന്ന ഏതു പ്രവാചകൻ? മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാം. ജീവിച്ചിരിക്കുന്ന പ്രവാചകനാണ് ഇദ്രീസ് നബി അലൈഹിസ്സലാം. ഇദ്രീസ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പ്രവാചകൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇദ്രീസ് നബി അലൈഹിസ്സലാമും അസ്റായിൽ അലൈഹിസ്സലാമും തമ്മിൽ വലിയ കൂട്ടുകാരായിരുന്നു. ഇദ്രീസ് നബിയെ കാണുന്നതിന് വേണ്ടി മലക്കുൽ മൗത്ത് ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. അങ്ങനെ രണ്ടുപേരും വല്ലാത്ത സ്നേഹബന്ധത്തിലാണ്. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ ഒരിക്കൽ ഇദ്രീസ് നബിയുടെ മുന്നിലേക്ക് അസ്റായിൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നപ്പോൾ കിട്ടിയ അവസരം പാഴാക്കിയില്ല. ഇദ്രീസ് നബി അലൈഹിസ്സലാം പറഞ്ഞു, മരണത്തിന് വല്ലാത്ത വേദനയാ. അള്ളാഹു പറയുന്നുണ്ട് മരണത്തിന് വല്ലാത്ത വേദനയാണെന്ന്. അതുകൊണ്ട് ആ മരണത്തിന്റെ വേദന എന്താണെന്ന് എനിക്കറിയണം. എന്താണ് മരണത്തിന്റെ വേദന? ആ മരണത്തിന്റെ വേദന എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞാൽ എനിക്കതിനു വേണ്ടി തയ്യാറെടുക്കാമല്ലോ. ആ വേദനയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ എനിക്ക് ചെയ്യാമല്ലോ. അതുകൊണ്ട് അസുറായിലേ, നീ എന്നെയൊന്ന് മരിപ്പിക്കണം, എന്നിട്ട് എനിക്ക് ജീവനെ തിരിച്ചു തരണം. ഇദ്രീസ് നബി അലൈഹിസ്സലാം മലക്കുൽ മൗത്തിനോട് അവിടെന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിനോട് ഇദ്രീസ് നബിയുടെ ആഗ്രഹം അസ്റായിൽ പറയുകയാണ്. അള്ളാഹു പറയുന്ന ഇദ്രീസ് നബി അലൈഹിസ്സലാമിന്റെ റൂഹ് പിടിച്ചിട്ട് തിരിച്ചു കൊടുക്കാൻ. അങ്ങനെ ഇദ്രീസ് നബി അലൈഹിസ്സലാമിന്റെ കാലിന്റെ തള്ളവൽ നിന്ന് മലക്കുൽ മൗത്ത് റൂഹ് പിടിക്കുകയാണ്. അവിടത്തെ റൂഹങ്ങ് പിടിച്ചു കഴിഞ്ഞു. ഇദ്രീസ് നബി അലൈഹിസ്സലാം മരണപ്പെട്ട് കഴിഞ്ഞു. അതാ മരിച്ചു കഴിഞ്ഞപ്പോ അള്ളാഹു പറയുന്ന റൂഹങ്ങ് തിരിച്ചു കൊടുക്കാൻ. അതാ റൂഹ് അവിടെന്ന് തിരിച്ചു കൊടുക്കുകയാണ്. ഇദ്രീസ് നബി അലൈഹിസ്സലാമിന് ജീവന് തിരിച്ചു കിട്ടി. അതാ ഇദ്രീസ് നബി പറയുന്നു, അസുറായിലേ, മരണത്തിന് വല്ലാത്ത വേദനയാണ് അസുറായിൽ. ഇത് ലോകത്തൊരു മനുഷ്യനും താങ്ങാൻ കഴിയാത്ത വേദനയാണ്, ചിന്തിക്കാൻ കഴിയാത്ത വേദനയാണ്. അവിടുന്ന് ഇദ്രീസ് നബി അലൈഹിസ്സലാം അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാ, എന്റെ പ്രിയമുള്ളവരെ. എന്നിട്ട് ഇദ്രീസ് നബി അസുറായിൽ എന്ന് പറയുന്ന മലക്കിനോട് പറയുകയാണ്, എനിക്ക് രണ്ടാമതൊരാഗ്രഹം കൂടെയുണ്ട്. എന്താണ് രണ്ടാമത്തെ ആഗ്രഹം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ ഭയാനകമായ നരകമുണ്ടല്ലോ, അല്ലാഹുവേ വർഷങ്ങളോളം കത്തിച്ച നരകത്തിന്റെ തീയുണ്ടല്ലോ. അസുറായിലേ, എനിക്ക് ആ നരകമൊന്ന് കാണണം അസുറായിൽ, എനിക്കൊന്ന് നരകം കാണണം. അല്ലാഹുവേ, ഇദ്രീസ് നബി അലൈഹിസ്സലാമിന്റെ ആഗ്രഹമാണ്. മലക്കുൽ മൗത്ത് അല്ലാഹുവിനോട് അനുവാദം ചോദിക്കുകയാണ്. പടച്ച റബ്ബ് അവിടുന്ന് അനുവാദം കൊടുത്തു, നരകമൊന്ന് കാണിച്ചു കൊടുക്കാൻ. അസ്റായിൽ അലൈഹിസ്സലാമിന് അവിടുന്ന് നരകം ഇങ്ങനെ, അസ്റായിൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, ഇദ്രീസ് നബിക്ക് നരകം ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. ഇദ്രീസ് നബി കണ്ടിട്ട് പറയുന്നു, അസ്റായിൽ, ഏതെങ്കിലും ഒരു മനുഷ്യനെ നരകത്തെ കണ്ടിരുന്നെങ്കിൽ അല്ലാഹുവേ, അവന് പടച്ച റബ്ബിന് എതിര് പ്രവർത്തിക്കില്ലായിരുന്നു. അങ്ങനെ ഇദ്രീസ് നബി നരകവും കണ്ടു. മൂന്നാമതായിട്ട് ഇദ്രീസ് നബി പറയുന്നു, അസുറായിൽ,
എനിക്കൊരാഗ്രഹം കൂടെയുണ്ട്, പറ്റില്ല എന്ന് നീ പറയരുത്. എന്റെ ആഗ്രഹം നീ സ്വാധിച്ചു തരണം, എന്ത് വന്നാലും എനിക്ക് സ്വാധിച്ചു തരണം. ഇദ്രീസ് നബി അവിടുന്ന് മൂന്നാമതായി പറഞ്ഞത് എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗം എനിക്കൊന്ന് കാണണം ഇസ്രായീൽ, ആ സ്വർഗം എനിക്കൊന്ന് കാണിച്ചു തരുമോ ഇസ്രായീൽ? ഇദ്രീസ് നബിയുടെ മൂന്നാമത്തെ ആഗ്രഹമാണ്. മലക്കുൽ മൗത്ത് അല്ലാഹുവിനോട് അനുവാദം ചോദിച്ചു, അല്ലാഹു കാണിച്ചു കൊടുക്കാൻ പറയുകയാണ്. അങ്ങനെ ഇദ്രീസ് നബിയും അസ്റായീൽ അലൈഹിസ്സലാമും രണ്ടുപേരും കൂടെ സ്വർഗത്തിന്റെ മുന്നിലെത്തി. ഇദ്രീസ് നബിയോട് മലക്കുൽ മൗത്ത് പറയുന്നു, നബിയേ, ആ കാണുന്നതാണ് സ്വർഗം, ആ കാണുന്നതാണ് സ്വർഗം, കേറി കണ്ടിട്ടു പെട്ടെന്ന് ഇറങ്ങി വരണേ നബിയേ. ഇദ്രീസ് നബി അലൈഹിസ്സലാമിനോട് അവിടെ നിന്ന് പറഞ്ഞു, അതാണ് സ്വർഗം, എനിക്കതിനകത്തേക്ക് കയറാൻ അനുവാദമില്ല, അതുകൊണ്ട് കണ്ടിട്ടു പെട്ടെന്ന് വരണം, ഞാനിവിടെ നിൽക്കാം. അസ്രായീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ സ്വർഗത്തിന്റെ വെളിയിൽ നിൽക്കാം, നബി പോയി കണ്ടിട്ടു പെട്ടെന്ന് ഇറങ്ങി വരണം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇദ്രീസ് നബി അലൈഹിസ്സലാം സ്വർഗത്തിന്റെ അകത്തേക്ക് കടന്നു ചെന്നു. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലേക്ക് കടന്നു ചെന്നു. ആ സ്വർഗത്തിലെ അരുവികളും ആ സ്വർഗത്തിലെ തോട്ടങ്ങളും ആ സ്വർഗത്തിലെ പഴങ്ങളും ആ സ്വർഗത്തിലെ കൊട്ടാരങ്ങളും അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആന് പരിചയപ്പെടുത്തിയ ആ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് നടുവിലൂടെ ഇദ്രീസ് നബി ഇങ്ങനെ നടക്കുകയാ. മനോഹരമായ പഴങ്ങൾ, ആട്ടുകട്ടിൽ, എന്റെ പ്രിയമുള്ളവരെ, മനോഹരമായ കൊട്ടാരങ്ങൾ, അതിലുണ്ടു മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, താരാട്ടുപാടാൻ തോഴിമാർ പലരുണ്ട്, കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്. ഇദ്രീസ് നബി സ്വർഗത്തിലൂടെ ഇങ്ങനെ നടന്നു കാണുകയാണ്. ഹുറുല്യങ്ങളായ പെണ്ണുങ്ങൾ, സ്വർഗത്തിലെ കൊട്ടാരങ്ങൾ, കള്ളിന്റെ ആറ്, തേനിന്റെ പുഴ, പാലിന്റെ നദി, ഏതെങ്കിലും മനോഹരമായ പല പല കളറുകളുള്ള പല രീതിയിലുള്ള പഴങ്ങൾ, ഇതെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കുകയാണ്. അവസാനം ഇങ്ങനെ കണ്ടുകൊണ്ട് നടന്നിട്ട് സ്വർഗത്തിന്റെ കവാടത്തിന്റെ മുന്നിലേക്ക് വന്നു. അസ്റായീൽ അലൈഹിസ്സലാം വെളിയിൽ ഇങ്ങനെ കാത്തു നിൽക്കുന്നു. വാ നബിയെ, ഇറങ്ങി, ഞാൻ വരൂല. നിങ്ങൾ ചിന്തിക്കണം. ഇദ്രീസ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, നബിയെ, വാ നബി, ഇറങ്ങി, ഞാൻ വരൂല, നീ പൊക്കോ, ഞാൻ ഇറങ്ങി വരൂല. ഇദ്രീസ് നബിയോട് പറഞ്ഞു, നബിയെ, നിങ്ങൾ ഇറങ്ങി വരാന്ന് പറഞ്ഞതല്ലേ, വാ നബിയെ, പോകാം, ഞാൻ വരൂല, അല്ലാഹ് എന്നെ ഇതിൽ നിന്ന് ഇറക്കി വിട്ടാലേ ഇനി ഞാൻ വരത്തുള്ളൂ. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ അസ്റായീൽ അലൈഹിസ്സലാമും ഇദ്രീസ് നബിയും കൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി. രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ പറഞ്ഞു വിട്ടു മധ്യസ്ഥനായിട്ട്. അങ്ങനാണല്ലോ, രണ്ടുപേര് തമ്മിൽ വഴക്കുണ്ടാകുമ്പോ, പ്രശ്നമുണ്ടാകുമ്പോ ഒരു മസ്ലഹത്തിന് വേണ്ടി മൂന്നാമതൊരാൾ വരും. അങ്ങനെ മലക്ക് വന്നിട്ട് ആദ്യം അസ്റായീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, എന്റെ പ്രശ്നം എന്തേ? അസ്റായീൽ അലൈഹിസ്സലാം നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇദ്രീസ് നബിയുടെ അടുക്ക പോയിട്ട് ചോദിച്ചു, എന്തേ നബി ഇറങ്ങിപ്പോകാത്തെ? എന്റെ പ്രശ്നം എന്തേ ഇറങ്ങിപ്പോകാത്തെ? ഇദ്രീസ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ ഇറങ്ങൂല, ഇനി എന്നെ അല്ലാഹു ഇവിടെ നിന്ന് ഇറക്കി വിടണം. അതിന് കാരണം 3 കാരണങ്ങളാ പറഞ്ഞേ. ഇദ്രീസ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് 3 കാരണങ്ങൾ പറഞ്ഞു. ഒന്നാമത്തെ കാരണം, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുന്നുണ്ട്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഒന്നാമതായിട്ട് ഇദ്രീസ് നബി പറഞ്ഞ മറുപടി, അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും മരണത്തിന്റെ വേദന അനുഭവിക്കുമെന്ന് പടച്ച റബ്ബ് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ജീവിതത്തിൽ ഒരിക്കലും മരണത്തിന്റെ വേദന എന്താണെന്ന് എല്ലാവരും അനുഭവിക്കും, അത് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ആ മരണത്തിന്റെ വേദന ഞാൻ അനുഭവിച്ചു, ഇനി എനിക്ക് വയ്യ. എല്ലാവരും മരിക്കും, ജീവിതത്തിൽ ഒരിക്കലേ മരിക്കൂ, ഞാൻ മരിച്ചു, ആ മരണത്തിന്റെ വേദന എന്താണെന്ന് ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. രണ്ടാമതായിട്ട് ഇദ്രീസ് നബി പറഞ്ഞത്, അവിടെ നിന്ന് പറഞ്ഞു, ലാ യമുസ്സുഹും ഫീഹാ നസബ്. അവിടെ നിന്ന് രണ്ടാമതായി പറഞ്ഞു, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുന്നു, രണ്ടാമത്തെ മറുപടി, നരകം എല്ലാവരും അവരുടെ കണ്ണുകൊണ്ട് കാണുമെന്ന് പടച്ച റബ്ബ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നരകം എന്റെ കണ്ണുകൊണ്ട് കണ്ടു, നരകം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു.
മൂന്നാമതായിട്ട് ഇദ്രീസ് നബി പറയുകയാണ്, ലാ യമുസ്സുഹും ഫീഹാ നസബുൻ വമാ ഹും മിൻഹാ ബിമുഖ്റജീൻ. സ്വർഗത്തിന്റെ അകത്തൊരാൾ കയറി കഴിഞ്ഞാൽ പിന്നെ റബ്ബ് ഇറക്കി വിടൂല. മൂന്നാമത്തെ കാര്യം, സ്വർഗത്തിന്റെ അകത്തൊരാൾ കയറി കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ അനുഗ്രഹങ്ങളൊക്കെ അവിടെ നിലനിൽക്കുന്നതായി ഇറക്കി വിടൂല. അതുകൊണ്ട് മരണത്തിന്റെ വേദനയും ഞാൻ അറിഞ്ഞു, നരകവും ഞാൻ കണ്ടു. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് സ്വർഗത്തില. ഇവിടെ നിന്ന് എന്നെ അള്ള ഇറക്കി വിട്ടാലല്ലാതെ ഞാൻ ഇറങ്ങി വരില്ല. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മലക്കിനോട് പറഞ്ഞു, ബിഇദ്നി ദഖല ബി അംരി ഫഖല്ലി മിനസ് സബീൽ. വിട്ടേക്കാൻ പറഞ്ഞു, അവിടെ വിട്ടേക്കാൻ. ഇന്നും ആ പ്രവാചകൻ സ്വർഗത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഞാൻ പറഞ്ഞത്, ഒരു പ്രവാചകൻ സ്വർഗത്തിൽ കയറാൻ വേണ്ടി ചെയ്ത വലിയ തന്ത്രപരമായിട്ടുള്ളൊരു നീക്കം നോക്കുക. അള്ളാഹുവിന്റെ സ്വർഗം കണ്ടു കഴിഞ്ഞപ്പോ അവിടെ നിന്ന് ഇറങ്ങി വരാൻ മനസ്സില്ലാതെ ഇദ്രീസ് നബി അവിടെ നിന്ന് പറഞ്ഞ മറുപടിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതാണ് അള്ളാഹുവിന്റെ സ്വർഗം. ഈ സ്വർഗമാണ് ഞാനും നിങ്ങളും കുതിക്കുന്നത്. പക്ഷെ നമുക്ക് ആർക്കും കഷ്ടപ്പെടാൻ വയ്യ. ഓസിന് എങ്ങനെ കയറി പോകാം, അതാ നോക്കണേ. എല്ലാവർക്കും ഓസിന് കയറി പോണം. ഒരു നല്ല കാര്യവും ആ സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു സൽക്കർമ്മവും എനിക്കും നിങ്ങൾക്കും ചെയ്യാൻ വയ്യ. എങ്ങനെയെങ്കിലും ഓസിന് രക്ഷപ്പെടാൻ പറ്റുമെന്ന അള്ളാഹു ചോദിക്കുകയാണ്. അം ഹസിബുതും മൻ തദ്ഖുലുൽ ജന്ന. ചങ്ങാതി, സ്വർഗം വെറുതെ കിട്ടുമെന്ന് നീ കരുതിയോ? അള്ളാഹു ചോദിക്കുകയാ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ചോദിക്കുകയാണ്, അം ഹസിബുതും മൻ തദ്ഖുലുൽ ജന്ന ഫലമ്മാ യഅതികും മസലുൽ ലദീന ഖലവു മിൻ ഖബലികും. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, പെങ്ങളെ വെറുതെ അങ്ങ് കേറി പോകാമെന്ന് നീ കരുതിയോ? അള്ളാഹുവിന്റെ സ്വർഗം അങ്ങ് വെറുതെ കിട്ടുന്നതല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ആ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ എന്തെല്ലാം നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുമോ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യണേ. അതൊക്കെ നമുക്ക് ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരോട് അങ്ങനെ സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു അവസരമാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ട് നമ്മൾ കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഈ നിൽക്കുന്ന മാസമേതാണ്, ഈ വിട പറയാൻ പോകുന്ന മാസമേതാണ്? അല്ലാഹുമ്മ ബാരിക്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞില്ലേ, റജബുൻ ശുഹ്റുല്ലാഹ് വ ശഅബാനു ശഹ്രീ. അല്ലാഹുവിന്റെ മാസമാണ് റജബ് മാസം. അല്ലാഹുവിന്റെ മാസമാണ് റജബ് മാസം. വ ശഅബാനു ശഹ്രീ. എന്റെ മാസമാണ് ശഅബാൻ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്ന ആ ശഅബാൻ പടച്ചവന് വിട പറയാ മണിക്കൂറുകളെ നമ്മുടെ മുന്നിൽ ഇനി ബാക്കിയുള്ളൂ. അനുഗ്രഹങ്ങളുടെ ഭൂകാലമായ പരിശുദ്ധമായ റമളാൻ, മാസങ്ങളുടെ നേതാവായ റമളാൻ, ലക്ഷങ്ങൾ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന, അതാ കടത്തി കൊണ്ടുപോകുന്ന റമളാൻ, ആ റമളാൻ പടിവാതിൽ വന്ന് നിൽക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, റജബ് നമ്മളെല്ലാവരും മറന്നു, ശഅബാനും നമ്മൾ മറന്നു കഴിഞ്ഞു. എന്റെ പ്രിയമുള്ളവരെ, എല്ലാവരും ശഅബാൻ, പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, ശഅബാൻ ജനങ്ങൾ മറന്നു പോകുന്ന മാസമാണ്. ജനങ്ങൾ മറന്നു പോകുന്ന മാസമാണ്. ഈ സദസ്സിലിരിക്കുന്നവരോട് ചോദിക്കട്ടെ, നിങ്ങൾ ആരാ ഒരുങ്ങിയിട്ടുള്ളത്? നാളെ കഴിഞ്ഞ റമളാനാണ്, നാളെ കഴിഞ്ഞ റമളാനാണ്. റമളാൻ വന്നിട്ടല്ല നന്നാകേണ്ടത്, റമളാൻ വന്നിട്ടല്ല ഒരുങ്ങേണ്ടത്. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് സമയമാകുമ്പോ 5 നേരം ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് സമയമാകുമ്പോ ബാങ്ക് വിളിക്കും, അപ്പോഴാണ് നിസ്കരിക്കേണ്ടത്. പള്ളിയിൽ നിന്ന് സമയമാകുമ്പോ 5 നേരം ബാങ്ക് വിളിക്കും, അപ്പോഴാണ് പള്ളിയിൽ പോയി നീ നിസ്കരിക്കേണ്ടത്. എന്റെ പ്രിയമുള്ളവരെ, ദുൽഹജ്ജ് മാസം കടന്നു വന്നു. ഹജ്ജിന് പോകാനുള്ള പണം നിന്റെ കയ്യിലുണ്ട്. ഹജ്ജിന്റെ മാസത്തിൽ നീ മക്കത്ത് പോയി ഹജ്ജ് ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ 3 സക്കാത്ത് കൊടുക്കാൻ നീ അർഹനാണ്. നിന്റെ കയ്യിൽ ഒരുപാട് സമ്പത്തുണ്ട്, അപ്പോൾ നീ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. അപ്പോൾ നീ അതാ നിന്റെ കയ്യിൽ പണമുണ്ടാകുന്ന സമയത്ത് നീ സക്കാത്ത് കൊടുക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞത് എന്തെന്നറിയുമോ? റമളാൻ വരുമ്പോ നോമ്പ് പിടിക്കണമെന്നല്ല, റമളാൻ വരുമ്പോ ഒരുങ്ങണമെന്നല്ല. അവിടെ നിന്ന് പറഞ്ഞു അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ ശഹ്റു റമളാൻ. മാസങ്ങൾക്ക് മുമ്പേ ഒരുങ്ങണേ, മാസങ്ങൾക്ക് മുമ്പേ ഒരുങ്ങണേ. 2 മാസം മുമ്പ് നീ ഒരുങ്ങണേ എന്ന് മുത്തുനബി അവിടെ നിന്ന് പറയുമ്പോ എല്ലാവരും ഇലക്ഷന്റെ തിരക്കിലായിരുന്നു. റജബും പോയി, ശഅബാനും പോയി, ഇനി റമളാനും കളയാനിരിക്കുകയാണ്. ഇത്രയും നാളും 23-ാം തീയതി വരെ ഇലക്ഷന്റെ തിരക്കായിരുന്നു. ഇന്നിപ്പോൾ വോട്ട് കഴിഞ്ഞു. ഇനി അടുത്ത ചിന്ത ആരാണ് പൊട്ടുന്നത്, ആരാണ് പരാജയപ്പെടുന്നത്, ആരാണ് വിജയിക്കുന്നത്? ആരും ഒരുങ്ങുന്നില്ല, ആരും തയ്യാറാകുന്നില്ല, ആരും ഈ മാസത്തിന് മഹത്വം മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഈ അവസാന സമയത്ത് ശഅബാൻ വിട പറയാ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. ഈ മാസം സാധാരണ മാസമല്ല, ഈ ശഅബാൻ നിസാര മാസമല്ല. ഈ മാസത്തിനൊരു മഹത്വമുണ്ട്, ഈ മാസത്തിനൊരു മഹത്വമുണ്ട്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാസമാണ് ശഅബാൻ. അതുകൊണ്ട് കഴിഞ്ഞതൊക്കെ കഴിയട്ടെ, ഇനിയുള്ള മണിക്കൂറുകളെങ്കിലും നിനക്കൊന്ന് സൂക്ഷിക്കാൻ കഴിയുമോ? ഇനിയുള്ള മണിക്കൂറുകളെങ്കിലും ഈ മാസത്തിന്റെ മഹത്വം നിനക്കൊന്ന് മനസ്സിലാക്കാൻ, ഈ മാസത്തിനെ ഒന്ന് ബഹുമാനിക്കാൻ, ഈ മാസത്തിന്റെ പവിത്രത നിനക്കൊന്ന് മനസ്സിലാക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന് അവിടെ നീ ശഅബാനിന്റെ മഹത്വം പറയുന്നുണ്ട്. റബ്ബേ, മുത്തുനബിയുടെ മാസത്തിനെ ബഹുമാനിച്ചവരിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ, ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചാ പോയി നിസ്കരിക്കണം. ഹജ്ജിന്റെ ദുൽഹജ്ജ് മാസം കടന്നു വന്ന പൈസ ഉണ്ടെങ്കിൽ പോയി ഹജ്ജ് ചെയ്യണം. 3 സക്കാത്ത് കൊടുക്കാൻ നീ അർഹനാണെങ്കിൽ പൈസ കൊടുക്കണം. പക്ഷേ റമളാൻ മാസം വന്നാൽ നോമ്പ് പിടിക്കണമെന്നല്ല പറഞ്ഞ, നോമ്പ് പിടിക്കണം. അതിനോടൊപ്പം നീ 2 മാസം മുമ്പേ ദുആ ചെയ്യണം. അല്ലാഹുവേ, അല്ലാഹുവേ, റമളാൻ വരെ എനിക്ക് ആയുസ് തരണേ അല്ലാ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ, റജബിലും ശഅബാനിലും നീ എനിക്ക് ബർക്കത്ത് ചെയ്യണം. റമളാൻ മാസത്തിലേക്ക് എന്നെ ഈ ആയുസ് നീട്ടി തരണേ എന്ന് ദുആ ചെയ്യണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വേറെ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഞാനോ നിങ്ങളെങ്ങനെ ഒരുങ്ങാറുണ്ടോ? വേറെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇതുപോലെ ഒരുങ്ങാൻ പറയുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഈ 2 മാസം മറന്നു കളഞ്ഞു. ഈ വർഷം റജബും മറന്നു, ശഅബാനും മറന്നു. അള്ളാഹു നമുക്ക് പുറത്തുവരുമാറാകട്ടെ, അള്ളാഹു നമുക്ക് പുറത്തുവരുമാറാകട്ടെ. എല്ലാവരും എലക്ഷന്റെ ചൂടിലായിരുന്നു, ഇല്ലേ? എല്ലാവരും എലക്ഷന്റെ ചൂട്. ആര് ജയിക്കും, ആര് തോക്കും? ആരോ ജയിക്കട്ടെ, ആരോ തോക്കട്ടെ, അർഹതയുള്ളവൻ ജയിക്കും, അത്ര തന്നെ. ആരോ ജയിക്കട്ടെ, ആരോ തോക്കട്ടെ, നമുക്കിപ്പോ ഒന്നും ചിന്തിക്കാനില്ല. ആര് ജയിച്ചാലും ആര് തോറ്റാലും നിനക്ക് വലിയ നേട്ടമൊന്നുമില്ല. നിന്റെ വീട്ടിൽ അസ്രായിൽ വരിക തന്നെ ചെയ്യും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നീ ഇഷ്ടപ്പെടുന്ന സ്ഥാനാർത്ഥി ജയിച്ച അസ്രായിൽ വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോവോ? പറ ചങ്ങാതിമാരെ, പോവോ? പോകില്ല. വരുവല്ലോ? വരുവോ? വരുവോ? ഉറപ്പായിട്ടും വരും. പിന്നെ നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാനേ പറ്റൂ, നല്ല ഒരു ഭരണാധികാരി തരാം, അല്ലാതെ വേറൊന്നുമില്ല. വേറെ ഈ ഇപ്പോഴത്തെ സാഹചര്യം അത്ര എനിക്ക് പറയാം. ഈ വാഴതൊക്കെ ലൈവായതുകൊണ്ട് ഞാൻ കൂടുതൽ പറയണില്ല. നമുക്കറിയാം വലിയ കാര്യമൊന്നുമില്ലാന്ന്. പിന്നെ നമുക്ക് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാം. അള്ളാഹു നമുക്ക് നല്ല ഭരണാധികാരികളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു നല്ല ഭരണാധികാരികളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, അഹങ്കാരികളുടെയും അക്രമകാരികളുടെയും കയ്യിൽ അള്ളാഹു ഈ രാജ്യത്തിന്റെ അധികാരം നീ കൊടുക്കല്ലേ തമ്പുരാനെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന, ആരോ ജയിക്കട്ടെ, ആരോ തോക്കട്ടെ, നിങ്ങൾ ആരും തോക്കരുത്. എനിക്ക് അത്ര പറയാനുള്ളൂ.
നിങ്ങൾ ആരും തോറ്റുപോകരുത്. അള്ളാഹു നമ്മളെയൊക്കെ വിജയികളിൽ പെടുത്തുമാറാകട്ടെ, വിജയികളിൽ പെടുത്തുമാറാകട്ടെ. ആരാ വിജയി? ആരാ വിജയി? ഇലക്ഷന് നിന്നിട്ട് ജയിക്കുന്നവനല്ല, 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയിട്ട് A+ വാങ്ങി ജയിക്കുന്നവനല്ല. ആരാണ് യഥാർത്ഥ വിജയി എന്നറിയുമോ? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. അവനാണ് വിജയി. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കണം. അങ്ങനെ പറഞ്ഞാ നീ വിജയിച്ചു, ഇല്ലെങ്കിൽ നീ തോറ്റുപോയി. അള്ളാഹു വിജയിക്കുന്നവരിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ, അള്ളാഹു വിജയിക്കുന്നവരിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട്, ഇനിയുള്ള മണിക്കൂറുകൾ ചവിട്ടിത്തേക്കാനുള്ളതല്ല, പാഴാക്കി കളയാനുള്ളതല്ല. ഇനിയുള്ള മണിക്കൂറുകൾക്ക് വല്ലാത്ത വിലയാണ്. അതുകൊണ്ട് പാഴാക്കി കളയല്ലേ. മുത്തുനബി അവിടെ നിന്ന് പറയുന്നു, വശഅബാനു ഹുവൽ മുകഫിറൂൻ. ഈ മാസത്തിന്റെ ഒരു മഹത്വം ഞാൻ പറയാം. ഇനിയുള്ള മണിക്കൂറുകൾ പാഴാക്കേണ്ട മണിക്കൂറുകളല്ല. ആ മണിക്കൂറുകളുടെ വില എന്തെന്നറിയുമോ? വശഅബാനു ഹുവൽ മുകഫിറൂൻ. പാവങ്ങൾ പൊറുക്കുന്ന മാസമാണ് ശഅബാനെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പാവം പൊറുക്കുന്ന മാസമാണ്. റമദാനിന്റെ 27ാം രാവിലെ ഒറ്റ ദിവസം കൊണ്ട് കഴുകിക്കളയാമെന്ന് നീ ചിന്തിക്കുന്നതെങ്കിൽ എന്റെ ചെറുപ്പക്കാരാ, ഈ മാസം കഴുകിക്കളയടാ. ഇത് പാവം പൊറുക്കുന്ന മാസമല്ലോ. ഞാനും നിങ്ങളും ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് ചിന്തിക്കാറില്ല. പഠിച്ചവനെ, കൂടാനുകൂടി പാപങ്ങൾ ഞാനും നിങ്ങളും ജീവിതത്തിൽ ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുകയാണ്. ഇന്നത്തെ ഒരു ദിവസത്തെ കണക്ക് മാത്രം എടുക്കൂ. രാവിലെ മുതൽ 8:30 ഈ സമയം വരെ ഞാനും നിങ്ങളും ചെയ്ത പാപത്തിന്റെ കണക്കെടുക്കൂ. കണ്ണുകൊണ്ട് കണ്ടത് പാപമാണ്, നാവ് കൊണ്ട് പറഞ്ഞത് പാപമാണ്, ചെവി കൊണ്ട് കേട്ടത് പാപമാണ്, കൈ കൊണ്ട് പിടിച്ചത് പാപമാണ്, കാലുകൊണ്ട് നടന്നത് പാപത്തിലേക്കാണ്, ഹൃദയം കൊണ്ട് ചിന്തിച്ചതും പാപമാണ്. ഇന്നത്തെ ഒരു ദിവസം മാത്രം ചെയ്ത പാപത്തിന്റെ കണക്കെടുക്ക് സഹോദരാ. ഇതെല്ലാം അല്ലാഹു നിന്നോട് ചോദിക്കുമല്ലോ. ഈ ചുമലിലിരിക്കുന്ന മലക്കുകൾ ഉറങ്ങുകയല്ല. 24 മണിക്കൂറും അല്ലാഹുവേ അവര് കണ്ണ് തുറന്നിരിക്കുകയാണല്ലോ. അവര് നമ്മുടെ സർവ്വ കാര്യങ്ങളും എഴുതി വെക്കുകയാണല്ലോ. ഇതെല്ലാം നാളെ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് ഇസ്രാഫീൽ എന്ന മലക്ക് സൂറന്ന കാഹളത്തിലൂതുമ്പോൾ അതാ ഖബർ വെട്ടിപ്പൊളിച്ചിട്ട് പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും പിന്താരങ്ങളിൽ കുടികുത്തിവെച്ച് ഇടഞ്ഞം നടന്ന കുഷ്ഠരോഗിയെ പോലെ മുഖതമലയോളം വലിപ്പമുള്ള വയറ് വലിച്ചുകൊണ്ട് മുഖത്ത് മാംസമില്ലാതെ 41 വിഭാഗത്തിലെ ജനങ്ങൾ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് അല്ലാഹുവിന്റെ പരലോകമെന്ന് പറയുന്ന ഭയാനകമായ കോടതിയുണ്ടല്ലോ. ഉടുതുണിയില്ലാതെ, നൂൽബന്ധം പോലുമില്ലാതെ, ചെരുപ്പിടാതെ, തല താഴ്ത്തി പിടിച്ച് ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് പോകുന്ന ഒരു ദിവസമുണ്ടല്ലോ. 15 ലക്ഷം കിലോമീറ്ററുകൾ മുകളിൽ നിൽക്കുന്ന ഉച്ചയ്ക്കുള്ള സൂര്യന്റെ ചൂട് ഈ സമയത്തും എനിക്കും നിങ്ങൾക്കും സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ വസ്ത്രമില്ലാതെ ചെമ്പിന്റെ തറയിൽ ഇങ്ങനെ നിൽക്കുമ്പോ അതാ ഒരു ചാണ് മുകളില് റബ്ബേ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു നിൽക്കുകയാണ്. പെങ്ങളെ അടുക്കളയിൽ ചോറ് വെക്കുമ്പോൾ, കറി വെക്കുമ്പോൾ അത് കിടന്ന് തിളയ്ക്കുന്നത് പോലെ തലച്ചോറ് തിളയ്ക്കുമമ്മ. അതാ തലച്ചോറിങ്ങനെ തിളയ്ക്കുകയാണ്, മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുകയാണ്. പടച്ചവനെ, ഭയാനകമായ ദിവസമാണ് അന്ന് നൊന്ത് പ്രസവിച്ചത്. എന്റെ ഉമ്മമാര് പറയും പ്രസവത്തിന് മരണവേദനയാണെന്ന്. എങ്കിലെന്റെ പെറ്റുമ്മ നാളെ പരലോകത്തൊരു ഗർഭിണിയുണ്ടെങ്കിൽ അവള് പ്രസവിച്ചാൽ വേദന അറിയില്ല ഉമ്മ. ഒരു പെണ്ണങ്ങ് സുഖപ്രസവം നടത്തിയാൽ
അവിടെ നിന്നൊരു പെണ്ണങ്ങ് പ്രസവിച്ചാൽ അവൾ ഒന്നും അറിയൂല. ആ വേദന അവൾ അറിയാതെ പ്രസവിച്ചു പോകും. പിഞ്ചു കുഞ്ഞുങ്ങൾ പേടിച്ചിട്ട് മുടിയങ്ങ് നരയ്ക്കുകയാണ്. പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന ചോരക്കുഞ്ഞിന് മാതാവ് വലിച്ചെറിഞ്ഞിട്ട് ഓടുന്ന ദിവസവാ. ഒരാളും നിന്നെ കണ്ട പരിചയം കാണിക്കൂല. ചൂടുള്ള നാളുണ്ട്, കിയാമം നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തുഹാലാ ചൂള. വൻദോഷ വണ്ടിയുമായി വരുന്നേ കാളാ. ക്ഷീണത്തിനാൽ ഒലിക്കുന്നതാണേ ഈള. സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല അതങ്ങു ചെന്നാൽ കോള. അതാ വായിലൂടെ അതാ മൃഗങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോ ചൂട് സഹിക്കാൻ കഴിയാതെ വായിലൂടെ പതയും നിറയും വരുന്നത് പോലെ നാളെ റബ്ബിന്റെ കോടതിയിൽ വെച്ച് നിന്റെ വായിലൂടെ അതാ ഇളയിങ്ങനെ ഒലിക്കുകയാണ്. തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുകയാണ്. ആ ഭയാനകമായ ദിവസം ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോ അതാ ഒരു കിതാബ് നമ്മുടെ കയ്യിലേക്ക് എടുത്ത് തരികയാണ്. അത് വായിക്കാൻ തരികയാണ്. തുറന്നു നോക്കിയിട്ട് ഓരോ മനുഷ്യനും അല്ലാഹുവിനോട് ചോദിക്കുകയാ, മാലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഇതെന്ത് കിതാബാണ് തമ്പുരാനെ, ഇതെന്ത് കിതാബാണ് തമ്പുരാനെ. ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ, ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ. ചെറുതും വലുതും ഒറ്റയ്ക്കും മറിഞ്ഞും കൂട്ടായും ചെയ്തത് മുഴുവനും ഇതിനകത്തുണ്ടല്ലോ. എല്ലാം ഇതിനകത്തുണ്ട് തമ്പുരാനെ. ഒന്നും വിട്ടുകളഞ്ഞിട്ടില്ലല്ലോ അല്ലാ. ഇതെന്ത് കിതാബാണ് റബ്ബേ. മാലിഹാദൽ കിതാബ്. അന്ന് നിന്റെ വാപ്പ നിന്റെ മുന്നിലൂടെ പോകും, നിന്നെ കണ്ട പരിചയം കാണിക്കൂല. പെറ്റതല്ല അതാ തിരിഞ്ഞു നോക്കൂല. യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സ്വാഹിബതിഹി വ ബനീ. ഒരാളും നിന്നെ തിരിഞ്ഞു നോക്കാത്ത ഒരു ദിവസം വരാനുണ്ട്. അതുകൊണ്ട് ശഅബാനിന്റെ രാത്രിയിൽ ഒരുമിച്ച് കൂടിയവരോട് എനിക്ക് പറയാനുള്ളത്, ഹസിബൂ ഖബല അൻ തുഹാസബൂ. കഴിഞ്ഞു പോയതിനെ കുറിച്ചൊന്ന് വിചാരണ ചെയ്ത് ചെറുപ്പക്കാരാ. കഴിഞ്ഞു പോയതിനെ കുറിച്ചൊന്ന് ആലോചിക്കടാ. എന്നിട്ട് നിനക്കൊന്ന് തൗബ ചെയ്തുകൂടെ? കള്ള് കുടിച്ചിട്ടുണ്ടോ? പെണ്ണ് പിടിച്ചിട്ടുണ്ടോ? പലിശ തിന്നിട്ടുണ്ടോ? ഭർത്താവിനെ വഞ്ചിച്ചിട്ടുണ്ടോ? ഭാര്യയെ വഞ്ചിച്ചിട്ടുണ്ടോ? പോറ്റി വളർത്തിയ മാതാപിതാക്കളെ ചതിച്ചിട്ടുണ്ടോ? എന്തെല്ലാം വൃത്തികേടുകൾ ഞാനും നിങ്ങളും ജീവിതത്തിൽ ചെയ്തവരാണ്. ഇതിങ്ങനെ ചുമന്നുകൊണ്ട് നടക്കണോ? ഇതൊക്കെ ഒന്ന് കഴുകണ്ടേ? നമുക്കൊന്ന് ശുദ്ധമാകണ്ടേ? നമുക്കൊന്ന് നല്ല രീതിയിൽ മരിക്കണ്ടേ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ചെയ്തു പോയ പാപങ്ങളൊന്ന് കഴുകടാ ചെറുപ്പക്കാരാ. ഇത് പറയുമ്പോ നീ ചോദിക്കും, ഉസ്താദേ അല്ലാഹു എനിക്ക് പുറത്തു തരുവോ ഉസ്താദേ? അല്ല പുറത്തു തരുവടാ പൊന്നുമോരെ. അല്ലാഹു പറയുകയാണ്, കുല്യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. ഇതല്ലയല്ലേടാ പറഞ്ഞത്? പരിശുദ്ധമായ ഖുർആൻ പറയുകയാ. അല്ലാഹു പറയുന്നു, നബിയേ എന്റെ അടിമകളോട് പറഞ്ഞു കൊടുക്ക് നബിയേ, അവരെത്ര വലിയ പാപം ചെയ്തവരാണെങ്കിലും എന്നോടൊന്ന് ചോദിക്കാൻ പറ നബിയേ. അല്ലാഹരെന്നറിയുവോ? 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തവരാ. സ്വന്തം പെമ്മക്കള് ജീവനോടെ കുടിച്ച് മൂടിയ അപരാധികൾക്ക് പുറത്തു കൊടുത്തവരാ നിന്റെ റബ്ബ്. പിന്നെ എന്തിനാടാ പേടിക്കുന്നത്? അതുകൊണ്ട് ചെയ്തത് നീ അല്ലാഹുവോട് പറയണം. കള്ളു കുടിച്ചെങ്കിൽ നീ
പറയണം കുടിച്ചെന്ന്, വ്യഭിചരിച്ചെങ്കിൽ പറയണം വ്യഭിചരിച്ചെന്ന്, പലിശ തിന്നെങ്കിൽ പറയണം പലിശ തിന്നെന്ന്. ഒരു നാണവും വേണ്ട, ഒരു മടിയും വേണ്ട. ചെയ്തത് അല്ലാഹുവിന്റെ മുന്നിൽ നീ ഏറ്റു പറയടേ. പാപങ്ങൾ ഓരോ നെണ്ണി നീ കരയേണ്ടതാ. വിജനസ്ഥലം മതി നേറ്റവും പറ്റുന്നതാ. നീ ചെയ്ത തെറ്റിൻ്റെ ആഴമൂർത്തിട്ടുണ്ടടാ നടി. നിറയട്ട മണ്ണാൽ നിന്റെ മുഴുവൻ തലമുടി. ഇത് കണ്ടു നിന്നോടലിവ് റബ്ബിന് തോന്നണം. പടിവാതിലൊഴിയാതെവിടെയും നീ കരയണേ. ചെയ്തു പോയ പാപം അല്ലാഹുവിന്റെ മുന്നില് ഓരോന്നായി ഏറ്റു പറയണം. മണ്ണുവാരി തലയിലിട്ടിട്ട് കടന്ന് കരയടാ, കടന്ന് വിളിച്ചു കൂവടാ. അല്ലാഹുവിന് നിന്നോട് കരുണ തോന്നട്ടെ. നീ ഒരു ഭ്രാന്തനെ പോലെ അല്ലാഹുവേ നീ കടന്ന് നിലവിളിക്കുന്നത് കാണുമ്പോ അല്ലാഹുവിന് നിന്നോട് കരുണ തോന്നട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, മോനെ കള്ളു കുടിച്ചെന്ന് പറഞ്ഞിട്ട്, വ്യഭിചരിച്ചെന്ന് പറഞ്ഞിട്ട്, പലിശ ചെയ്ത് കുടി തിന്നെന്ന് പറഞ്ഞിട്ട്, ഒരുപാട് വൃത്തികേടുകൾ ചെയ്തു, നന്നാകാൻ മനസ്സില്ലാതെ നടക്കല്ലേടാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് പറയുകയാ, മോളെ ഒരുപാട് പാപം നീ ചെയ്യുന്നുണ്ട്, ആരും അറിയുന്നില്ല, അത് രഹസ്യമായിട്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ നിന്നോട് ചോദിക്കുകയാ, ഓരോ പ്രാവശ്യവും നീ രക്ഷപ്പെടുന്നത് നിന്റെ ബുദ്ധിയാണെന്ന് നീ കരുതരുത്. ചെറുപ്പക്കാരാ, ഓരോ പ്രാവശ്യവും നീ രക്ഷപ്പെടുന്നത് വല്ലവന്റെ പെണ്ണും പിള്ളയുടെ മണിയറയിൽ കടന്നു പോയിട്ട് നാട്ടുകാര് പിടിക്കാതെ രക്ഷപ്പെടുന്നത് നിന്റെ തന്ത്രമാണെന്ന് നീ കരുതരുത്. അല്ലാഹു പൊട്ടനൊന്നുമല്ലടാ ചെറുപ്പക്കാരാ. അല്ലാഹു ഒന്നും കാണാത്തവനല്ലടാ. അല്ലാഹു എന്തിനാണ് നിന്നെ പിടിപ്പിക്കാത്തതെന്നറിയോ? നിന്റെ പെറ്റ തള്ളയുണ്ടല്ലോ, നിന്നെ നൊന്ത് പ്രസവിച്ച നിന്റെ ഉമ്മ, നിന്റെ വാപ്പ, അവരെ നാണം കെടുത്തണ്ട എന്ന് കരുതിയട്ടാടാ. പെങ്ങളെ, നീ ചെയ്യുന്ന അഹങ്കാരത്തിന്റെ പേരിൽ നിന്റെ പിഞ്ചുമക്കളെ യതീമാക്കണ്ട എന്ന് കരുതിയിട്ട് റബ്ബ് കാണിക്കുന്ന കരുണയാ. പക്ഷേ എന്നും അങ്ങനെയാകണമെന്നില്ല. പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും പൊന്നുമോനെ. അതുകൊണ്ട് തുടരല്ലേ. നമുക്ക് അല്ലാഹുവിന്റെ മുന്നിലൊന്ന് ഏറ്റു പറയാൻ കഴിയുമോ? ഒരു പേടിയും വേണ്ട. എത്ര വലിയ ദ്രോഹം ചെയ്താലും നിന്റെ റബ്ബ് പുറത്തു തരുന്നവനാ. അല്ലാഹു കരുണയുള്ളവനാണ്, അല്ലാഹു ഗഫൂറാണ്, അല്ലാഹു റഹീമാണ്. ഒരു ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാ. ഞാൻ വലിയ പാപം ചെയ്തവനാണ്, അതുകൊണ്ട് ഇനി എന്തായാലും നശിച്ചു, ഇനി പോകട്ടെ, എന്തായാലും നനഞ്ഞു, ഇനി കുളിച്ചു കയറാമെന്ന് പറഞ്ഞ് നടക്കല്ലേ. ഒരു ചരിത്രം പറഞ്ഞു തരട്ടെ. മഹാനായ ഇമാമുനാ ശാഫി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ അവിടുന്ന് ഒരു ചരിത്രം പറയുകയാണ്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളു അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ അകത്തേക്ക് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ അകത്തേക്ക് കരഞ്ഞു വിളിച്ചുകൊണ്ട് ഓടി വരികയാണ്. ഉമർ വല്ലാതെ കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, എന്തേ ഉമറേ കരയുന്നത്? ആരാ നിന്നെ വേദനിപ്പിച്ചത്? ആരാ നിന്നെ ഉപദ്രവിച്ചത്? നിനക്കെന്താണ് സംഭവിച്ചത്? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുമ്പോ ഉമർ തങ്ങൾ പറയുന്നു, യാ റസൂലല്ലാഹ്, എന്നെ ആരും ഉപദ്രവിച്ചില്ല, ആരും വേദനിപ്പിച്ചില്ല. പിന്നെ എന്തിനാണ് ഞാൻ കരയുന്നതെന്നറിയുവോ? വരുന്ന വഴിയിൽ ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. അതാ ഉമർ തങ്ങൾ ഇങ്ങനെ നടന്നു വരുമ്പോ ഒരു ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അവന്റെ കരച്ചൽ കണ്ടിട്ട് കരഞ്ഞതാ നബിയേ. റസൂലുള്ളാഹിന് വല്ലാത്ത അത്ഭുതമായി. കാരണം പറയുന്നത് ഉമറാണ്. ആരാ ഉമർ? ആരാ? കിസ്റയെയും കൈസർ
ബഷീറിനെയും വിറപ്പിച്ച ഉമർ, ശൈത്താൻ പോലും ഉമർ നടക്കുന്ന വഴിയിലൂടെ നടക്കൂല. ഈ ഉമറിനെ കരയിപ്പിച്ചതാരാ? അല്ലാഹ്. ആ ചെറുപ്പക്കാരനെ വിളിച്ചു കൊണ്ടുവരാൻ പറയുകയാണ്. മുത്തുനബിയുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു. അള്ളാന്റെ റസൂൽ ചോദിച്ചു, എന്തിനാ മോനെ കരയുന്നത്? നബിയേ, എന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ നബിയേ? എന്റെ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ മയ്യത്ത് കുളിപ്പിച്ചു, കഫം പൊതിഞ്ഞു, പള്ളികൾ കൊണ്ടുപോയി നിസ്കാരം കഴിഞ്ഞു, പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി 6 അടി മണ്ണിന്റെ അകത്ത് ഇറക്കി വെച്ചു, അവസാന പലകയെടുത്ത് നിരത്തി പിടിമണ്ണ് വാരിയെറിഞ്ഞു, എല്ലാവരും സലാം പറഞ്ഞിട്ട് പിരിഞ്ഞു പോകുമ്പോ ആരും കാണാതെ ഖബറിന്റെ മുകളിൽ ഞാനൊരടയാളം വെക്കുകയാണ്. എന്നിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോ മണ്ണ് കുടിക്കുന്ന ഒരു ആയുധവും എടുത്തുകൊണ്ട് പള്ളിപ്പറമ്പിൽ അടയാളം വെച്ച ഖബറിന്റെ ചാരത്ത് പാതിരാത്രി കടന്നു ചെന്നിട്ട് മണ്ണുകൾ വെട്ടി മാറ്റുകയാണ്, പലകയെടുത്ത് മാറ്റുകയാണ്, ഖബറിന്റെ അകത്തിറങ്ങുകയാണ്. ആ മനുഷ്യനെ പൊതിഞ്ഞിരിക്കുന്ന 3 കഷ്ടം തുണിയുണ്ടല്ലോ, ആ കഫം തുണികൾ ഞാൻ അടിച്ചെടുക്കും നബിയേ. ഞാൻ കഫം തുണി മൂട്ടിക്കുന്ന കള്ളനാണ് നബിയേ. കഴുകി ശുദ്ധമാക്കി അതാ പട്ടണത്തിൽ കൊണ്ട് വിൽക്കുന്ന ജോലിയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ ചെറുപ്പക്കാരൻ പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ നാട്ടിലെ ഖബർസ്ഥാനിൽ കിടക്കുന്ന സർവ മയ്യത്തുകളും ഔറത്തു മറയ്ക്കാതാ കിടക്കുന്നത്. കാരണം ഞാൻ അവരുടെ തുണി മൂട്ടിച്ച കള്ളനാട്. റസൂലുള്ളാഹിന്റെ മുന്നിലിരുന്ന് കരയുമ്പോ പ്രവാചകൻ പറഞ്ഞു, നീ കരയണ്ട, അല്ലാഹു നിനക്ക് പുറത്തു തരും മോനെ. പക്ഷേ ആ ചെറുപ്പക്കാരൻ കരച്ചില് നിർത്തുന്നില്ല. ഒരു ഭ്രാന്ത് പിടിച്ച മനുഷ്യനെ പോലെ കിടന്ന് വിളിച്ചു കൂവുകയാ. ഇനി എന്തിനാ കരയുന്നത്? ഈ പാപവല്ല നബിയേ, ഈ പാപവല്ല നബിയേ, എന്നെ പോലെ ദ്രോഹം ചെയ്ത ഒരാൾ ഈ ദുനിയാവിലില്ല. ഞാൻ അത്രയ്ക്കും വലിയ കൊടും പാപം ചെയ്തവനാ, എനിക്കല്ല പുറത്തു തരൂല. മണ്ണ് വാരിയിട്ട് തലയിലിടുകയാണ്, കിടന്ന് വിളിച്ചു പോവുകയാണ്. റസൂലുള്ളാഹി ചോദിച്ചു, അത്രയ്ക്കും വലിയ എന്തു പാപമാ നീ ചെയ്തത്? യാ റസൂലല്ലാഹ്, എന്റെ നാട്ടില് കാണാൻ അഴകുള്ള ഒരു ചെറുപ്പക്കാരിയായ അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ച ഒരു പെണ്ണു മരിച്ചു നബിയേ. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നുപോയ ഒരു സുന്ദരിയായ അല്ലാഹുവിനെ പേടിച്ച് നടന്ന ഒരു പെണ്ണു മരിക്കുകയാണ്. അവളുടെ മയ്യത്ത് കൊണ്ടുപോയി ഖബറടക്കി, അടയാളം വെച്ച് തിരിച്ചു വന്നു. പാതിരാത്രി എപ്പോഴും പോകുന്നത് പോലെ പോയി ഖബറിന്റെ മണ്ണ് മാറ്റി അകത്തിറങ്ങി പെണ്ണിന്റെ ശരീരത്ത് നിന്ന് തുള്ളികൾ അഴിച്ചെടുത്തു, പലകയെടുത്ത് നിരത്തി മണ്ണിട്ട് മൂടി. എന്നിട്ട് ഞാനിങ്ങനെ പള്ളിപ്പറമ്പിലൂടെ നടക്കുമ്പോ, യാ റസൂലല്ലാഹ്, ഒരു നൂൽബന്ധം പോലുമില്ലാതെ ഖബറിന്റെ അകത്ത് കിടക്കുന്ന പെണ്ണിനെ എനിക്ക് ഓർമ്മ വന്നു നബിയേ. അവളുടെ ശരീരം എന്റെ മനസ്സിലേക്ക് കടന്നു വന്നു നബിയേ. എനിക്ക് വികാരം തോന്നി നബിയേ, എനിക്ക് അവളോട് ആഗ്രഹം തോന്നി നബിയേ. രണ്ടാമതും ഖബറിന്റെ ചാരത്ത് കടന്നു ചെന്നിട്ട് മണ്ണുകൾ വെട്ടി മാറ്റി, പലകയെടുത്ത് മാറ്റി, ഖബറിന്റെ അകത്തിറങ്ങിയിട്ട് മആദല്ലാഹ്, ആ മയ്യത്തിനെ പോലും ഞാൻ വെറുതെ വിട്ടില്ല നബിയേ. ഞാൻ വ്യഭിചരിച്ചു നബിയേ. ഉമർ തങ്ങൾ ബോധം കെട്ട് വീണു. കേൾക്കേണ്ട താമസം. മയ്യത്തിനെ വ്യഭിചരിച്ച കഥ പറയുമ്പോ ഉമർ തങ്ങൾ പിടഞ്ഞു വീണു. അല്ലാഹുവിന്റെ റസൂൽ തളർന്നുപോയി, കൈകാലുകൾ ഇരുന്ന് വിറയ്ക്കുകയാണ്. മുത്തുനബി പൊട്ടിക്കരയുന്ന കണ്ണിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. അല്ലാഹുവേ, എത്ര വലിയ പാപപാട്! മരിച്ച മയ്യത്തിനെ ഖബറിന്റെ അകത്തിട്ട് വ്യഭിചരിച്ചവരാ. അല്ലാഹുവേ, മുത്തുനബി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഈ ചെറുപ്പക്കാരൻ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഫഹല്ലി മിനത്ത് തൗബ,
എനിക്കല്ല പുറത്തു തരുവോ നബിയേ, എനിക്കല്ല പുറത്തു തരുവോ നബിയേ. മുത്തുനബി പറഞ്ഞു കരയടാ. അള്ളാന്റെ മുന്നിൽ പാതിരാത്രി എഴുന്നേറ്റിട്ട് സുജൂദിൽ കിടന്നുകൊണ്ട് ചെയ്തത് പടച്ചവരോട് ഏറ്റു പറമോരേ, അള്ളാഹു നിനക്ക് പുറത്തു തരുമെന്ന് പ്രവാചകം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, എത്ര വലിയ പാപം ചെയ്താൽ നീ ഇങ്ങനെ ഒരു ദ്രോഹം ചെയ്തവനല്ലല്ലോ, നീ മയ്യത്തിനെ വ്യഭിചരിച്ചവനല്ലല്ലോ. എടാ, അങ്ങനെ വ്യഭിചരിച്ചവൻ അല്ലാഹു പുറത്തു കൊടുത്തില്ലേ. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നിനക്കുള്ളതാണ്. എങ്ങനെ പറയണമെന്നറിയുമോ? എങ്ങനെയാണ് പറയേണ്ടതെന്നറിയുമോ? പൊറുക്കന്റെ പാപം സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീയല്ലാതെ. അല്ലാ, ഈ ലോകത്ത് നിന്നെക്കാളും പൊറുക്കുന്ന ഒരാളില്ല തമ്പുരാന്. നിന്നെക്കാളും പൊറുക്കുന്ന ഒരാൾ ഈ പ്രപഞ്ചത്തിലില്ല. നീയല്ലാതെ എനിക്കാരുമില്ല. നീ എന്നെ ആട്ടി ഓടിച്ചാ ഞാൻ എവിടെ പോകാനാ? അല്ലാ, പടച്ചവനെ, ഈ ദുനിയാവെന്നെ ചതിച്ചതാണ്, ഈ ദുനിയാവെന്നെ ചതിച്ചതാണ്. ശൈത്താൻ എന്നെ പിഴപ്പിച്ചതാ തമ്പുരാന്. ഇഹലോക ആർഭാടങ്ങൾ എന്നെ വലച്ചതാ. നഫ്സെന്നെ ഉന്തി തള്ളി വിട്ടു ചതിച്ചതാ. അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ. അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ. എന്ത് ചെയ്താലും നീ കാണുമെന്ന് എനിക്കറിയാം. എന്നിട്ട് ചെയ്തത് അഹങ്കാരം കൊണ്ടല്ല, ധിക്കാരം കൊണ്ടല്ല. നീ കണ്ടാ എനിക്കൊന്നുമില്ലെന്ന് കരുതിയിട്ടല്ല. പെട്ടുപോയതാ തമ്പുരാന്. എനിക്ക് നീ പുറത്തു തരണേ അല്ലാ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, ചെയ്തു പോയ പാപം ഇന്ന് ഏറ്റുപറഞ്ഞാൽ, റബ്ബിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞ അല്ലാഹു നീതിമാനാണ്, അല്ലാഹു നീതിമാനാണ്. ഒരു ശിക്ഷ, ഒരു തെറ്റിന്റെ പേരില് അല്ലാഹു ഒരു മനുഷ്യനെ 2 പ്രാവശ്യം ശിക്ഷിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ.